ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം.
നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇതഹോ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അതിരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തവാനും നിന്റെ പരിശുദ്ധാത്മാവത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത്, ഇസ്രായേലേ കേൾക്കാം, നമ്മുടെ ദൈവമായ കർത്താവ് കർത്താവാകുന്നു. ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറെ കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകലനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മനസ്സാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും മേലാൽ അവൻ്റെ വിശുദ്ധ വഴികളിൽ കൂടി നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറവീൻ. നമുക്ക് നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലും ഇടപാടുകളിലും പരസ്പരമുള്ള ബന്ധങ്ങളിലും വന്നുപോയിട്ടുള്ള കുറവുകൾ ഏറ്റവും വിനയത്തോടും അനുതാപഹൃദയത്തോടും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പാപക്ഷമയ്ക്കായി നമുക്ക് ദൈവസന്നിധിയിൽ യാചിക്കാം.
നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്കും ഞങ്ങളെ പാർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ഞങ്ങൾ പ്രകാശമല്ല ഇത്രേ നടന്നിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിനെ നാം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങളെ നീതി വെട്ടാഞ്ഞില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശു ക്രിസ്തുവിനും ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷയിപ്പാൻ പ്രാപ്തി നൽകണമേ. നിന്റെ നാമത്തിന് മഹത്വത്തിനായി ജീവനോദകത്തിൽ മേലാൽ നിന്നെ സേവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴി കേൾപ്പീൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നെന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തിരുന്നല്ലോ, നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. മനഃപൂർവമായ മനസ്സാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് അവയിൽ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. പെന്തക്കോസ്തിന് മുൻപ് 12-ാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ താതാവും മാതാവുമായ ഞങ്ങളുടെ ദൈവമേ, നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ജീവന്റെ ഉറവും നായകനുമാകുന്നു. നീ ഞങ്ങളെയും സകല പ്രപഞ്ചത്തെയും ചിട്ടയോടും ചേർച്ചയോടും സൃഷ്ടിച്ചിരിക്കുന്നു. എന്നാൽ ഞങ്ങൾ സമാധാന ബന്ധങ്ങൾ തകർക്കുന്ന കനത്ത മതിലുകളെ പണിതു തീർത്തിരിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടായി വേർതിരിവിൻ്റെ നടുച്ചുവരുകളെ തകർക്കണമേ. ശാന്തിയും സമാധാനവും ഞങ്ങളുടെ ഇടയിൽ വളരുമാറാക്കണമേ. മനുഷ്യരെല്ലാവരും ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും ദൈവം സ്ഥാപിച്ച വിശ്വകുടുംബത്തിലെ അംഗങ്ങളാണെന്നും ഗ്രഹിക്കുന്നതിനുള്ള പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങളങ്ങയോടപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 66-ാം സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി നമുക്ക് ഉപയോഗിക്കാം. സങ്കീർത്തനം 66. സർവഭൂമിയുമായുള്ളവേ ദൈവത്തെ ഘോഷിപ്പീൻ. നിന്റെ പ്രവർത്തികൾ എത്ര ഭയങ്കരവും നിന്റെ ശക്തിയുടെ വലുപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. വന്ന് ദൈവത്തിൻ്റെ പ്രവർത്തികളെ നോക്കുവീൻ. അവൻ മനുഷ്യപുത്രന്മാരുള്ള നിന്റെ പ്രവൃത്തിയിൽ ഭയങ്കരൻ. അവൻ തന്റെ ശക്തിയാൽ എന്നേക്കും വാഴുന്നു. അവൻ്റെ കണ്ണ് ജാതികളെ നോക്കുന്നു. മത്സരക്കാർ തങ്ങളെ തന്നെ ഉയർത്തരുതേ. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു. നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല.
നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്തൊരു വലിയ ഭാരം വച്ചിരിക്കുന്നു. ഞാൻ ഹോമയാഗങ്ങൾ കൊണ്ട് നിന്റെ ആലയത്തിലേക്ക് വരും. എൻ്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും. ഞാൻ ആട്ടുകൊറ്റന്മാരുടെ സൗരഭ്യവാസനയോടുകൂടെ തടിപ്പിച്ച മൃഗങ്ങളെ നിനക്ക് ഹോമയാഗം കഴിക്കും. ഞാൻ കാളകളെയും കോലാട്ടുകൊറ്റന്മാരെയും അർപ്പിക്കും. ഞാൻ എൻ്റെ വായു കൊണ്ട് അവനോട് നിലവിളിക്കും. എൻ്റെ നാവിന്മേൽ അവൻ്റെ പുകഴ്ച ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 43 മുതൽ 52 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾപ്പീൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 48 വരെ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങളെ കേൾപ്പീൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 38 മുതൽ 5-ാം അധ്യായം 38 മുതൽ 48 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾപ്പീൻ. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്റെ വലത്തെ ചെകിടത്തടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കാം. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുക്കാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോടുകൂടെ പോകാം. നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞുകളയരുത്. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരുന്നതുപോലെ നിങ്ങളും സൽഗുണപൂർണരാകുകയും. ഇത് കർത്താവിൻ്റെ ജീവൻ നൽകുന്ന സുവിശേഷം. നമുക്കെല്ലാവർക്കും അത് സ്ഥാനത്തിരിക്കാം. ഇപ്പോൾ ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള വർഗീസ് കെ ചെറിയാൻ അച്ഛൻ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളെ വണക്കാം. സർവശക്തനായ ദൈവമേ, ചരിത്രപരമായും വിശ്വാസത്തിൽ സാമൂഹിക, രാഷ്ട്രീയ, പ്രാദേശിക ഘടകങ്ങളായി ഞങ്ങളെ വഴി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങേ അറിയാനും അവിടുത്തെ ഹിതത്തിനനുസരണമായി സദ്ഗുണപൂർണരായി തീരുവാനും തിരുവചന ധ്യാനത്തിലൂടെ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസം ദൈവസന്നിധിയിൽ കർത്താവിനെ ആരാധിപ്പാൻ ഭാഗ്യം തന്നല്ലോ. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഞായറാഴ്ച വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കുന്നു. മഹായിടവകയായി ബാലജന പെരുന്നാൾ കൊണ്ടാടുന്ന ദിവസമാണ്. നമ്മൾ ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ 74 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ സ്വതന്ത്രമായി. 75ാം
സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കുകയാണ്. അതോടൊപ്പം കേരളത്തിൽ സൺഡേ സ്കൂൾ പ്രസ്ഥാനം ആരംഭിച്ച നമ്മുടെ സഭ 141ാമത് സൺഡേ സ്കൂൾ ആരംഭത്തിൻ്റെ വാർഷികം കൊണ്ടാടുന്ന സമയമാണ്. ഈ ദിവസത്തിന് വളരെ പ്രാധാന്യം രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയും അനുഗ്രഹത്തിന് വേണ്ടിയും, അതുപോലെ നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ, സൺഡേ സ്കൂൾ അധ്യാപകർ, സൺഡേ സ്കൂളിൻ്റെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും വേണ്ടിയും നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഞാനും അതിനായി പ്രാർത്ഥിക്കുന്നു. ബാലജന പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ സമർപ്പിക്കുന്ന വിശേഷമായ ദാനങ്ങളാണ് സർക്കാർ മിഷനിലെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ സുവിശേഷ വയലായിരിക്കുന്ന, കഴിഞ്ഞ കാലങ്ങളിലായിരുന്ന നടുക്കുട ഗ്രാമത്തിനും ഇപ്പോൾ ആയിരിക്കുന്ന മല്ലനപ്പള്ളി ഗ്രാമത്തിൻ്റെയും സഹായമായിരിക്കുന്നു. ഞാൻ മിഷണറി ആയിരുന്നതുകൊണ്ട് എനിക്ക് അത് രണ്ടും സ്ഥലങ്ങളും അറിയാം. നടുക്കുട ഗ്രാമം വളരെയേറെ അഭിവൃദ്ധി പ്രാപിച്ചു. നല്ലൊരു ഇടവകയാണ് അവിടെയുള്ളത്. ധാരാളം ആളുകൾ ഗവൺമെൻറ് ജീവനക്കാരായി വന്നു. മിഷൻ്റെ പ്രവർത്തനങ്ങളിൽ അച്ഛന്മാരും സുവിശേഷകരോട് ഉണ്ടായിട്ടുണ്ട്. അത്രയും അഭിവൃദ്ധി പ്രാപിച്ച ആ ഇടവക കരുനഗർ മഹാ ഇടവകയുടെ ഭാഗമായി വിട്ടുകൊടുക്കുകയും വളരെ അനുഗ്രഹകരമായി പ്രവർത്തിക്കുകയും ചെയ്യും. പിന്നീട് നമ്മൾ തിരഞ്ഞെടുത്ത സ്ഥലമാണ് മല്ലനപ്പള്ളി എന്ന ഗ്രാമം. ആ ഗ്രാമത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ സഭയ്ക്ക് അതിനോട് വളരെ ബന്ധമുണ്ട്. കാരണം ഞാൻ മിഷണറി ആയിരുന്ന കാലത്താണ് മല്ലനപ്പള്ളി ഗ്രാമം, ലെമ്പാടികൾ മാത്രമുള്ള ഗ്രാമം, കുറച്ച് വീടുകളേ ഉള്ളൂ. അവിടെ പള്ളി പണിയാനായിട്ട് സ്ഥലം വാങ്ങിച്ചു തന്നാണ്. നമ്മുടെ ഇടവക വികാരിയായിരുന്ന മാത്യൂസ് പി എമ്മൻ അച്ഛൻ മിഷണറി ആയിരുന്ന കാലത്ത് അവിടെ പുതിയതല്ല ആദ്യമായി പള്ളി ഉണ്ടാകുകയും ആരാധന നടക്കുകയും ചെയ്യും. വളരെ നല്ലൊരു ഗ്രാമം. അത് വളരെ അഭിവൃദ്ധമായി വളർന്നു വരുന്നു. ഇന്ന് 18 കുടുംബങ്ങൾ അവിടെയുണ്ട്. ആ 18 കുടുംബങ്ങളിൽ ലമ്പാടി വർഗത്തിൽപ്പെട്ടവരാണ് കൂടുതൽ അംഗങ്ങളായിട്ടുള്ളത്. മാല വിഭാഗത്തിൽപ്പെട്ട ആളുകളും അവിടെയുണ്ട്. 2 കാർപ്പൻറ്റേഴ്സ് കുടുംബങ്ങളുമുണ്ട്. അവിടെ പ്രവർത്തിക്കുന്നത് അനിൽകുമാർ എന്ന് പറയുന്ന സുവിശേഷകനാണ്, തെലുങ്കനാണ്. ഭാര്യയുണ്ട്, ഒരു മകളുമുണ്ട്. വളരെ നല്ല വിധത്തിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമമാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, ഇന്ന് നമ്മുടെ കേരള മഹായിടവകയുടെ സൺഡേ സ്കൂൾ ജനറൽ സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്ന ഈ സഭയുടെ അംഗമാണ് ജോർജ് ജേക്കബ് അച്ഛൻ, CB അച്ഛൻ നമ്മൾ വിളിക്കും. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഈ ബാലജന പെരുന്നാളിൻ്റെ വളരെ പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് വളരെ ഗൗരവമായി നമ്മുടെ തലമുറകളെ ഓർക്കാനും തലമുറകളെ കൊണ്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പൊടിപ്പിക്കാനും തലമുറകളെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്രധാന ദിവസമാണ് ഈ ബാലജന പെരുന്നാളിൻ്റെ ദിവസം. ഇന്ന് നമുക്കങ്ങനെ കൂടാനായിട്ട് സാധിക്കുന്നില്ല എങ്കിലും കുഞ്ഞുങ്ങളെ അതിനായിട്ട് മാതാപിതാക്കൾ പ്രേരിപ്പിക്കേണ്ടതാണെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. രണ്ടാമത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞു, സ്വാതന്ത്ര്യദിന ആഘോഷം, 75ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ വിശുദ്ധ വേദപുസ്തകം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ പ്രധാനമായ ചിന്തയ്ക്ക് ഉപയോഗിക്കാമെന്ന് ആഗ്രഹിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങരുത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, അടിമനുഖത്തിൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും അടിമകളായി പോകരുത് എന്നുള്ള ഒരു നിർദ്ദേശം അവിടെ നൽകുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ
സ്വതന്ത്രരാക്കുകയും ചെയ്യും. 36 വാക്യത്തിൽ വായിക്കുന്നത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഞാൻ പറഞ്ഞു 74 വർഷങ്ങൾ ഇന്ത്യ സ്വതന്ത്രമായത് പൂർത്തിയായി. 25-ാം വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അല്ലെങ്കിൽ 1947 ഓഗസ്റ്റ് 15-ാം തീയതി സ്വതന്ത്ര ഇന്ത്യ രൂപം കൊണ്ടു. എന്നാൽ ഈ കാലങ്ങളിൽ ജീവിക്കുന്ന നമുക്ക് മനസ്സിൽ വരേണ്ട ഒരു ചിന്ത, ഇന്ന് നമ്മൾ സ്വതന്ത്രരാണോ? ആ ചിന്ത നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് നമുക്കറിയാം. പൂർണ്ണ സ്വതന്ത്രനാക്കി. അങ്ങനെ ഒന്നായിട്ട് സൃഷ്ടിച്ചു. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പം ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതികളിന്മേലും സകല ഭൂചര ജന്തുവിലും വാഴുവിൻ. സകല സൃഷ്ടിയുടെയും മേലുള്ള അധികാരം മനുഷ്യന് നൽകി. തലമുറകളെ സൃഷ്ടിക്കുവാനുള്ള കർമ്മപദ്ധതിയിലും ദൈവം അധികാരം നൽകി. സ്വാതന്ത്ര്യമായി ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനും ചെയ്യാനുമുള്ള അവകാശവും മനുഷ്യൻ ലഭിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പൂർണ്ണ സ്വതന്ത്രനായി ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ സർവാധികാരിയായ മനുഷ്യൻ, അല്ലെങ്കിൽ ദൈവം സർവാധികാരിയായി സൃഷ്ടിച്ചാക്കിയ മനുഷ്യൻ ഈ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തിയതുകൊണ്ട് അടിമയായിപ്പോയി. അതാണ് അടിമത്വത്തിൻ്റെ ആരംഭവും സ്വാതന്ത്ര്യത്തിൻ്റെ നഷ്ടവും വന്ന കാലം. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ഈ അടിമത്വത്തിൽ നിന്നുള്ളൊരു പൂർണ്ണ വിടുതൽ തിരുവചനം പ്രഖ്യാപിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യത്തിൽ അങ്ങനെയാണ്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. പുത്രനിൽ കൂടെ പ്രഖ്യാപിക്കപ്പെട്ട സ്വാതന്ത്ര്യം ഒരു വിശ്വാസി അല്ലെങ്കിൽ ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ എന്താകണമെന്ന് പഠിപ്പിക്കുന്നു. ഇന്ന് വായിച്ച സുവിശേഷ ഭാഗത്ത് നമ്മളത് വായിച്ചു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാം വാക്യത്തിൽ സ്വർഗീയ പിതാവിനെ പോലെ സൽഗുണപൂർണരായിത്തീരുക. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. സ്വർഗീയ പിതാവിനെ പോലെ സൽഗുണപൂർണരായി തീരുവാനായിട്ടാണ് നമ്മെ വിശ്വാസിയെ സംബന്ധിക്കുന്നിടത്തോളം ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് തന്നെയും മറ്റെല്ലാ മനുഷ്യർക്കും സകല സൃഷ്ടിക്കും സ്വാതന്ത്ര്യത്തിൻ്റെ സുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ 12 വരെ 13 വരെയും തുടർന്നുള്ള വേദഭാഗങ്ങൾ വായിച്ചാൽ ഈ സദ്ഗുണപൂർണതയ്ക്ക് എന്താണ് ഒരു വിശ്വാസി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അവിടെ വിവരിക്കുന്നുണ്ട്. ഞാനത് വായിക്കുന്നില്ല, നിങ്ങൾ വീട്ടിൽ പോയി അത് ദയവായി വായിക്കണം. നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ എല്ലാ സ്വാതന്ത്ര്യങ്ങൾക്കും ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ അഴിച്ചുവിട്ടു പോകുന്ന ഒരു സ്വാതന്ത്ര്യമല്ല, ഒരു പുതിയ അടിമത്വത്തിലേക്കുള്ള പ്രവേശനമാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്, പുതിയ അടിമത്വത്തിലേക്കുള്ള ഒരു പ്രവേശനം. യേശുക്രിസ്തുവിൽ കൂടെ ലഭിച്ച അതാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഞാൻ വായിച്ചപ്പോൾ പറഞ്ഞു, ക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ. അതിൻ്റെ അവസാനം പറയുന്നത് നിങ്ങൾ വീണ്ടും അതിൽ കുടുങ്ങിപ്പോകരുത്. അപ്പം ഈ രണ്ടാമത്തെ ഒരു പുതിയ അടിമത്വമെന്ന് പറയുന്ന ഒരു സംഗതി എന്തിനാണ് എന്ന് ചോദിച്ചാൽ, വീണ്ടും അടിമത്വത്തിലേക്ക് നമ്മൾ കുടുങ്ങിപ്പോകാതെ ഇരിക്കുവാനുള്ള, ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യം മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-30 വാക്യത്തിൽ, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി. പുതിയ നുകം, യേശുക്രിസ്തുവിൻ്റെ നുകം ഏറ്റുകൊണ്ട് പഠിക്കാൻ. 30-ാം വാക്യത്തിൽ എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകും. അപ്പോൾ പുതിയ ഒരു അടിമത്വം എന്ന് പറയുന്നത് ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, എങ്കിലും അതാണ് ഭാരം ചുമക്കാനുള്ളതെന്നാണ്. ചുമലിൽ നുകം വെക്കേണ്ടതാണ്,
അത് ലഘുവാണ്, മൃദുവാണ് ക്രിസ്ത്യാനിക്ക് പറയുന്നത്. അപ്പം ഇത് ചുമക്കാൻ പറയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു പ്രത്യേകത, നാം ചുമക്കാനുള്ള ഈ നുകം നമ്മൾ തന്നെ ചുമക്കുന്നില്ല. സങ്കീർത്തനം 55:20 നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, ചുമക്കുന്ന യഹോവയാണ്. 68:19 പറയുന്നത് നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. കർത്താവാണ് ചുമക്കുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. മത്തായി 11:22 അങ്ങനെ പറയും. ഗലാത്യ ലേഖനത്തിൽ വരുമ്പോൾ മറ്റൊരു ഗുണദോഷമാണ് തന്നെ, വിശ്വാസി തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നവരുമായിരിക്കണം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. അപ്പം യേശുക്രിസ്തുവിലേക്ക് പ്രവേശിക്കുന്ന ഒരു വിശ്വാസിയുടെ രണ്ടാമത് വരുന്ന ഒരു ചുമട് എടുക്കൽ, അല്ലെങ്കിൽ ഭാരം ചുമക്കൽ, ഒരു നുകം വെക്കൽ, അല്ലെങ്കിൽ ഒരു അനന്തരം അടിമത്തം എന്ന് പറയുന്നത് ലഘുവാണ്, മൃദുവാണ്, ഭാരമില്ലാത്തതാണ്. 2 കാള ഒരു വണ്ടി വലിക്കുമ്പോൾ രണ്ടും ഒരുപോലെ ഭാരം വലിക്കുന്നത് പോലെ നമ്മൾ ചുമക്കേണ്ട ഭാരത്തിൻ്റെ പകുതിയിലേറെ കർത്താവാണ് വലിക്കുന്നത്. അതാണ് നമുക്ക് ആ രണ്ടാമത്തെ ഇതിലുള്ളത്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് സ്വതന്ത്ര ഭാരതത്തിൽ, ഇന്ത്യയിൽ എന്ന് പറയും. എന്താണ് നമ്മളിന്ന് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ലഭിച്ച സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ, അതിനെ ഒന്ന് വിശദീകരിക്കുമ്പോൾ പറയാൻ എനിക്കൊരു കാര്യമുള്ളൂ, ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരായി. മറ്റെല്ലാ മേഖലകളിലും വരുമ്പോൾ ആ സ്വാതന്ത്ര്യം എങ്ങനെയാണെന്ന് നമുക്ക് ഇന്നത്തെ ജീവിത രീതിയിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇന്ത്യയുടെ പുരാതന ചരിത്രത്തിൽ തന്നെ ഉണ്ട്, ആര്യന്മാർ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ജനത്തെ അവർ കീഴ്പ്പെടുത്തി. ആര്യന്മാരും ദ്രാവിഡരും എന്ന 2 ഗ്രൂപ്പുണ്ടായി. സജീവമായി ജീവിച്ചിരുന്ന രംഗങ്ങളിൽ നിന്ന് ആളുകൾ മലകളിലേക്കും കാടുകളിലേക്കും ഓടിപ്പോകേണ്ടി വന്നു. അതിൻ്റെ ഒരു ചരിത്രം അങ്ങനെയാണ്. സ്വതന്ത്ര ഇന്ത്യയിലേക്ക് നമ്മൾ വരുമ്പോഴും ഈ രണ്ടാമത്തെ അടിമത്വം എന്ന് പറയുന്നത് വളരെ ഭീകരമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് മാറും. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. രാഷ്ട്രീയ അടിമത്വം അതൊരു കാര്യമായി നടക്കുകയാണ്. വർഗീയ അടിമത്വം അത് എത്രത്തോളം വളർന്നു വരുന്നു, എങ്ങനെയെന്ന്, എവിടെ എത്തുമെന്നൊന്നും നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല. സാമ്പത്തിക അടിമത്വം നമ്മൾ പണ്ട് പറയാറുണ്ട്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ഏതാണ്ട് ആ ഒരു നിലപാടിലാണ് നമ്മൾ. സ്വതന്ത്ര ഇന്ത്യയിലാണ്. 77 വർഷം പിന്നിട്ടു, 74 വർഷം പിന്നിട്ടു, 75 ആഘോഷിക്കുകയാണ്. ഈ ഒരു പരിതാപകരമായ അനുഭവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെട്ടോ ദുഃഖിച്ചോ അല്ലെങ്കിൽ അതിന് ശക്തമായി ഏറ്റുമുട്ടിയോ പോകാനൊന്നും അല്ല ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഒരു പ്രത്യേകമായ പ്രതികൂല സാഹചര്യത്തിൽ നമുക്കറിയാം, ഇന്ന് കോവിഡ് ബാധിച്ച ഒരു കാലഘട്ടമാണ്. ഈ കോവിഡ് ബാധിച്ച കാലഘട്ടത്തിൽ ഒത്തിരി നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളുമുണ്ട് കോവിഡ് പകരാതിരിക്കാനാണ്. നല്ലത് തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ മറവിലൊക്കെ നടക്കുന്ന ഒരുപാട് നിഗൂഢമായ, വേദനിപ്പിക്കുന്ന, ബുദ്ധിമുട്ടിക്കുന്ന, ഇല്ലാതെയാക്കുന്ന പ്രവണതകൾ, ഒരുപാട് കാപട്യങ്ങളും കൗശലങ്ങളും തന്ത്രങ്ങളും അല്ലേ, എന്തെല്ലാം മേഖലകളിൽ നടക്കും അല്ലേ. ഉന്നത ജാതിക്കാരൻ കീഴ്ജാതിക്കാരൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു പോയാൽ കാലേ തൊട്ട് വർണ്ണിക്കണം. നമ്മൾ പത്രത്തിൽ വായിച്ച് ക്ഷമയൊരുക്കണം. എന്താ സ്വാതന്ത്ര്യം അല്ലേ. പ്രായം പൂർത്തിയാകാത്ത പെൺകുട്ടികളെ പോലും പീഡിപ്പിച്ചിട്ട് കൊന്നുകളയുന്നു, കരിച്ചു കളയുന്നു. എങ്ങും ഒരു നീതിയും ലഭിക്കുന്നില്ല. എന്താ സ്വാതന്ത്ര്യം? എവിടെയാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ ഈ പുതിയ മുഖം ഈ ഭരണ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നു? ഒന്നുകിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ മുഖം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും വഴിയാണ്, അല്ലെങ്കിൽ ഭീകരമായ ജീവിത അനുഭവങ്ങളുടെ വഴിയാണ്. നമ്മുടെ സ്വാതന്ത്ര്യം എവിടെയാണ്, നമ്മൾ എത്രമാത്രമായിരിക്കുന്നുവെന്ന് നമ്മൾ ചിന്തിക്കണം. എന്നാൽ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പിതാവ് സൽഗുണപൂർണരായിരിക്കുന്നത് പോലെ നമ്മളും ഈ പ്രതികൂല പ്രതിസന്ധി കാലങ്ങളിൽ
സദ്ഗുണപൂർണരായിരിക്കാനായിട്ടുള്ള ദൈവത്തിൻ്റെ ആ ഒരു ആഹ്വാനമാണ്. ഇന്ന് സുവിശേഷ ഭാഗം നമ്മൾ വായിച്ചു. ആ ഭാഗത്ത് ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു, കഠിനമായ പ്രതികരണങ്ങൾ. കർത്താവ് അങ്ങനെയല്ല പഠിപ്പിച്ചത്. അതിൻ്റെ ആ വേദഭാഗം വായിക്കും, ഞാനോ നിങ്ങളോട് അങ്ങനെയല്ല പറയുന്നത്. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോടുകൂടെ പോവുക. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. 43, 44, 45 വാക്യങ്ങളിലൂടെ വായിക്കാം. കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും ശത്രുവിനെ പയക്ക എന്നും അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. നമ്മെ വിളിച്ചിരിക്കുന്നതും നമ്മെ ആക്കിയിരിക്കുന്നതും ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി, പുത്രന്മാരായി, പുത്രിമാരായി ഇവിടെ ജീവിക്കാനാണ്. അതുകൊണ്ടാണ് സദ്ഗുണപൂർണതയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ ദൈവത്തോട് ചേർന്ന് ദൈവിക നന്മകൾ ചെയ്യുമ്പോൾ ദൈവിക ആശ്വാസവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് വിശ്വാസമുള്ള, സ്വാതന്ത്ര്യമുള്ള, സുഖമുള്ള ദൈവിക അനുഭവങ്ങളുടെ പങ്കാളികളായി നിലനിൽക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ആരാധിക്കുമ്പോൾ എനിക്ക് തരാനുള്ള സന്ദേശമെന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞ വാക്കാണ്, നിങ്ങൾ സൽഗുണപൂർണരായിത്തീരും. അതിനായി ദൈവകരങ്ങൾ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ധാരാളമായ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് നൽകുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും തേജസ്സും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നാം കേട്ടതായിട്ടുള്ള വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നിഖ്യാവിശ്വാസ പ്രമാണം ചേർന്ന് ചൊല്ലാം. നിഖ്യാവിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായുള്ള സകലത്തെയും സൃഷ്ടനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വങ്ങൾക്ക് മുമ്പേ തന്റെ പിതാവിൽ നിന്ന് ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിൽ നിന്ന് പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിക്കപ്പെട്ടവനുണ്ടാക്കപ്പെട്ടവനല്ല. പിതാവിനോട് ഏകത്വമുള്ളവൻ, അവനാൽ സകലവും ഉണ്ടായി. മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനിവുള്ളവരിച്ച മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിനെ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു. തിരുവനന്തപുരം പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിന് വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ മഹത്വത്തോടെ വീണ്ടും വരും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകഗണ പറയച്ചനുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. കാതോലിക അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിലെ ബപ്തിസ്മം അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി വിനയപ്പെടുത്തിക്കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ചില നിമിഷങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് ചെലവഴിക്കാം. ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ ചേർന്ന് വരുവാൻ സർവശക്തനായ ദൈവം നമുക്ക് നൽകിയതായിട്ടുള്ള അവസരത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു പുതിയ പ്രഭാതം കൂടെ കാണുവാൻ, ഒരു പുതിയ ദിവസം കൂടെ കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവത്തിൻ്റെ ധാരാളമായ കൃപയും സാന്നിധ്യവും കരുതലും കാവലും ഒക്കെ അനുഭവിപ്പാൻ ദൈവം ഇടയാക്കിയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നടത്തുന്നതായിട്ടുള്ള വഴികളിൽ വിശ്വസ്തയോടെ, സമർപ്പണത്തോടെ, വിനയത്തോടെ ജീവിക്കുവാനായിട്ട് കർത്താവേ ഞങ്ങളെ സഹായിക്കണമെന്ന്
ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും എല്ലാ നല്ല ദാനങ്ങൾക്കുമായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നും അനുഭവിപ്പാൻ നാം യോഗ്യതയുള്ളവരല്ല, എന്നാൽ ദൈവത്തിൻ്റെ ധാരാളമായ കൃപയാൽ കരുണയാൽ നമ്മെ അനുഗ്രഹത്തോടെ നടത്തിയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നാൽ പലപ്പോഴും ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കാതെ വണ്ണം, ദൈവം നൽകിയതായിട്ടുള്ള നന്മകളെ ഓർക്കാതെ വണ്ണം, ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന, ദൈവത്തെ മറന്ന് ജീവിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലും ഇടപാടുകളിലുമെല്ലാം പലപ്പോഴും നമുക്ക് കുറവുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. ആ കുറവുകളെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. നമ്മുടെ പാപങ്ങൾ എത്ര കടും ചുമപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ് വിനയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ദൈവത്തോട് അടുത്ത് ചേർന്ന് ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രം അതിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അടിമത്തത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനും ആ സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷങ്ങൾ കർത്താവെ ഞങ്ങൾ അനുഭവിപ്പാനും ഈ രാഷ്ട്രം അത് അനുഭവിപ്പാനും ഇടയാക്കിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നാൽ ഇന്ന് ഒരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള രീതികളിലും സാഹചര്യങ്ങളിലും വീണ്ടും അടിമത്തത്തിൻ്റെ അനുഭവങ്ങളിൽ മനുഷ്യ സമൂഹമായിത്തീരുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ കർത്താവെ യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ തിരുവചനത്തിൽ ഞങ്ങൾ കേട്ടതുപോലെ കർത്താവെ സൽഗുണപൂർണരായി ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് കർത്താവെ നന്മ പകരുന്നവരായി, സമാധാനം പകരുന്നവരായി, ശാന്തി പകരുന്നവരായി, സന്തോഷം പകരുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രാഷ്ട്രപതിക്ക് വേണ്ടി, പ്രധാനമന്ത്രിക്ക് വേണ്ടി, ഓരോ സംസ്ഥാനങ്ങൾക്കും അവിടെ നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിമാർക്ക് വേണ്ടി, ഗവർണർമാർക്ക് വേണ്ടി, മന്ത്രിമാർക്ക് വേണ്ടി, ഗവൺമെൻറ് തലങ്ങളിൽ പ്രവർത്തിക്കുന്നതായ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം ഒരു മഹാമാരിയെ നേരിടുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ അക്ഷീണം പ്രവർത്തിക്കുന്നതായിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും, വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, ലോകമെങ്ങും അസമാധാനത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. എന്നാൽ ദൈവത്തോട് ചേർന്ന് ജീവിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ ജീവിപ്പാൻ ഓരോരുത്തരെയും സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അനേക കുടുംബങ്ങൾ കോവിഡിൻ്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്നുണ്ട്. ആ കുടുംബങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. സൗഖ്യം നൽകണമേ, സമാധാനം നൽകണമെന്ന് പ്രാർത്ഥിക്കാം. മറ്റ് പലവിധമായ രോഗത്തിൻ്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന ഭവനങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളുടെ ജീവിതത്തിൻ്റേതായ ചില അനുഭവങ്ങളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന മക്കളുമുണ്ട്. അവരെല്ലാം ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾ, പലവിധമായ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ, മറ്റുള്ളവരോട് തുറന്നുറയുവാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവർ എല്ലാവരെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഭവനങ്ങളിലൊക്കെയും സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ കർത്താവെ നിലനിൽപ്പാനിടയാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, പുതിയ പഠന രീതികളൊന്നും കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രോഗത്തിൻ്റെ അനുഭവങ്ങളിലേക്കോ കർത്താവെ മറ്റ് ജീവിത സാഹചര്യങ്ങളിലേക്കോ കൊണ്ട് എത്തിക്കുവാൻ ഇടയാക്കരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ യൗവനക്കാരെയും നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പുതിയ ജീവിത കർത്താവെ അനുഭവങ്ങൾ, കോവിഡിൻ്റേതായിട്ടുള്ള കോവിഡിൻ്റേതായിട്ടുള്ള ചില അനുഭവങ്ങളും ഓൺലൈൻ പഠനങ്ങളും കർത്താവെ മറ്റ് സാഹചര്യങ്ങളുമൊക്കെ പലപ്പോഴും കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമൂഹത്തുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടവരായും കർത്താവെ കുടുംബങ്ങളായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടവരായും വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കുന്ന അനുഭവങ്ങളിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്നുണ്ടല്ലോ. അതിൽ നിന്നൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യൗവനക്കാരെയും വിടുവിക്കണമേ.
സ്നേഹവും സമാധാനവും സൗഹൃദവുമുള്ള ഒരു തലമുറ നിലനിൽക്കുവാനും ദൈവത്തെ അറിയുന്ന ഒരു സമൂഹം കർത്താവെ വളർന്നു വരുവാനും ഇടയാക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്താൻ മറ്റുള്ളവരോട് തുറന്നു പറയുവാൻ കഴിയാത്ത പല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കാം. എന്നാൽ സകലവും അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്തുകയും സമർപ്പിക്കുകയും ചെയ്യാം. നമ്മുടെ ഇടവകയിലെ മുൻ വികാരിമാരെ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വർഗീസ് കച്ചനെ അച്ഛനെ ദൈവസന്നിധിയിൽ ഓർക്കാം. അച്ഛൻ്റെ ശുശ്രൂഷകളെ കൂടുതലായി അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇടവകയിൽ നിന്ന് വൈദിക ശുശ്രൂഷയ്ക്കായി കടന്നു പോയിട്ടുള്ളവരെയും ഈ നാളുകൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സഭയുടെ ശുശ്രൂഷകരായി പ്രവർത്തിക്കുന്ന കുഞ്ഞോൻചാനെയും മോൻചാനെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇടവക കമ്മിറ്റിയെ ദൈവസന്നിധിയിൽ ഓർക്കാം. മറ്റ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാ സംഘടനകളെയും അതിന് നേതൃത്വം നൽകുന്നവരെയും ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സഭ്യച്ചനെയും കൊച്ചമ്മയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അവരുടെ ശുശ്രൂഷകളെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. മഹായിടവയ്ക്ക് വേണ്ടി, അഭിനന്ദ തിരുമേനിക്ക് വേണ്ടി, പട്ടക്കാർക്ക് വേണ്ടി, ശുശ്രൂഷകർക്ക് വേണ്ടി, മിഷണറിമാർക്ക് വേണ്ടി, മിഷൻ പ്രവർത്തകർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് റിട്ടയറായി വിശ്രമ ജീവിതം നയിക്കുന്നതായിട്ടുള്ള നമ്മുടെ മുൻ ബിഷപ്പുമാർക്ക് വേണ്ടി, മുൻ പട്ടക്കാർക്ക് വേണ്ടി, മുൻ സഭാ ശുശ്രൂഷകർക്ക് വേണ്ടി എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. അവരിലൂടെ സഭയ്ക്ക് ലഭിച്ചതായിട്ടുള്ള നല്ല നേതൃത്വത്തിന് വേണ്ടി, നല്ല ശുശ്രൂഷകൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി വിനയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. ആകുല നേരത്തും ആനന്ദഗാനങ്ങൾ പാടി ഞാൻ ആശ്വസിക്കും. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. നീ എൻ്റെ രക്ഷകൻ, നീ എൻ്റെ പാലകൻ, നീ എൻ്റെ അഭയസ്ഥാനം. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. സകല ജ്ഞാനത്തിൻ്റെയും ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളെ ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിനുള്ള ഞങ്ങളുടെ അജ്ഞതയും അങ്ങറിയുന്നു. ഞങ്ങളുടെ യോഗ്യത മൂലം പല കാര്യങ്ങളും അങ്ങയോട് ചോദിപ്പാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുമ്പാകെ സമർപ്പിപ്പാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളിൽ മനസ്സിലുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മെല്ലാവരോടും കൂടെ ഇന്ന് എന്നേക്കും കാലാവസ്ഥാനം കൂടാതിരിക്കുമാറാകട്ടെ. ആമേൻ. ദാനാർപ്പണത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരന്മാരെ,
സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പോൾ നാൾ പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. സമാധാനത്തിൻ്റെയും നിരപ്പിൻ്റെയും അടയാളമായ കയ്യസൂര്യൻ നമുക്ക് അന്യോന്യം കൈമാറാം. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ജ്ഞാന കീർത്തനങ്ങളിൽ 93-ാമത്തെ കീർത്തനം നമുക്ക് പാടാം. കീർത്തനം 93 പാടുമ്പോൾ സ്തോത്ര വഴിപാടുകളെ സമർപ്പിക്കാവുന്നതാണ്. ജ്ഞാന കീർത്തനങ്ങളിൽ 93. നാം സമർപ്പിച്ച ദാനങ്ങളെ ദൈവമുമ്പാകെ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ പ്രിയപുത്രന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പുതുവഴിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരം അയോഗ്യരായി ഞങ്ങൾ നിങ്കിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളെയും ഞങ്ങളുടെ ഈ ദാനങ്ങളെയും കൈക്കൊണ്ട് നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും മുട്ടുകളെ മടക്കി താഴെയുള്ള പ്രാർത്ഥന ചേർന്ന് ചൊല്ലാം. യേശുവേ, ശ്രേഷ്ഠ മഹാപുരോഹിതനായുള്ളവേ, നിന്റെ ശിഷ്യന്മാരുടെ നടുവിൽ നീ സന്നിഹിതനായിരുന്ന പോലെ കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവീൻ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ,
ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയുമാകുന്നു. നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു മൂലമായിട്ട് തന്നെ അവൻ മുഖാന്തരം നീ ആകാശവും ഭൂമിയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി മനുഷ്യനെ നിന്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദ്യ ഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ദേവതന്മാരോടും പ്രധാന ദേവതന്മാരോടും സ്വർഗത്തിലെ സകല സംഘത്തോടും കൂടെ സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആദര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം എടുക്കുവാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മരണമനുഭവിക്കുവാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവലോകത്തിൻ്റെ പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തികയ്ക്കുകയും താൻ വീണ്ടും വരുവോളം തൻ്റെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാതുള്ള ഓർമ്മയെ നിയമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്ന് തൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഉച്ചയ്ക്കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ. നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അത്താഴം കഴിഞ്ഞതിൻ്റെ ശേഷം അപ്രകാരം തന്നെ അവൻ പാനപാത്രമെടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായിട്ട് ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു. നിങ്ങളിത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ നിന്റെ പുത്രൻ്റെ വിലയേറിയ മരണവും കഷ്ടപ്പാടും അവൻ്റെ മഹത്വമുള്ള പുനരുത്ഥാനവും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവനിൽ നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളം അവൻ്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസരായി ഞങ്ങളിത് ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെ നിന്റെ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയുമാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ അവന് യോജിപ്പിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിൻ്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മശീഹായും തലയാവുന്ന മുന്നിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായി അവനോട് കൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ
സർവശക്തനായ പിതാവേ, നിനക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ച് ചൊല്ലുന്നത്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് എടുത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിൽക്കുന്നതാകുന്നു. ആമേൻ. തിരുമേശയുടെ അനുഭവത്തിലേക്ക് അടുത്തു വരുന്നതിന് മുൻപായി നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് വിനയപ്പെടുത്തിക്കൊണ്ട് താഴ്ത്തിക്കൊണ്ട് താഴെ വരുന്ന പ്രാർത്ഥന നമുക്ക് ചേർന്ന് ഏറ്റുചൊല്ലാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്റെ പലവിധമായ ബലികരണങ്ങളല്ലാതെ ഞങ്ങൾ സ്വന്തയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ വേശ്യയിലേക്ക് വരുവാൻ തുനിയുന്നില്ല. ഞങ്ങൾ നിന്റെ വേശ്യയിൽ നാൽപ്പതുർക്ക പോലും അനുഭവിപ്പാൻ യോഗ്യതയുള്ളവരല്ല. എന്നാൽ നീ എപ്പോഴും കരുണയുന്ന സ്വഭാവമുള്ള കർത്താവ് തന്നെയാകുന്നു. അതുകൊണ്ട് കൃപയുള്ള കർത്താവേ, ഞങ്ങളുടെ പാവശ്യങ്ങളും ആത്മാക്കളും നിന്റെ ഇഷ്ടപുത്രനായി ചിത്രീകരിക്കപ്പെടുവാനും ഞങ്ങൾ അവല്ലമാവും ഞങ്ങളെപ്പോഴും വസിപ്പാൻ തക്കവണ്ണം അവൻ്റെ മാംസം ഭക്ഷിക്കുകയും അവൻ രക്തം കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് കൃപ തരണമേ. ആമേൻ. നാം നിൽക്കുന്നപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? ജീവന്റെ അപ്പമാവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരം, സത്യാമന്ത്രിവള്ളിയായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം വിശ്വാസത്തോടെ തിരുമേശയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയും. കഴിഞ്ഞ ആഴ്ച ജന്മദിനം ആഘോഷിച്ചവരെയും വിവാഹ വാർഷിക സ്തോത്രം ആചരിച്ചവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വനന്മകളുടെയും ഉറവിടമാവുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, കഴിഞ്ഞ ആഴ്ച ജന്മദിനം ആഘോഷിച്ചവരെയും കുടുംബജീവിതത്തിൽ ഒരു വർഷം കൂടെ പൂർത്തീകരിച്ചവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, സർവ നന്മകളും ദൈവം നൽകിയതാണ് എന്ന തിരിച്ചറിവ് അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തരുന്നത് ഓർത്ത സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലെ ആയുസ്സും ഓരോ ദിനവും ദൈവമേ അങ്ങയുടെ ദാനമാണ് എന്ന് തിരിച്ചറിവോടെ കർത്താവ് ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് രോഗത്തിൻ്റെയൊക്കെ മധ്യത്തിലും ദൈവം നൽകി തന്ന സുരക്ഷിതത്തിനായിട്ട് സ്തോത്രം. വരുന്ന ആളുകൾ കർത്താവ് ഏറെ അനുഗ്രഹവും ധന്യവുമാക്കി അവിടെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് കർത്താവ് വരുന്ന വർഷം ഏറെ നന്മകളുടെ ഒരു വർഷമാക്കി അവിടെ തീർക്കണം. അവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ, അവരുടെ കുടുംബജീവിതത്തിൽ, വ്യക്തി ജീവിതങ്ങളിലൊക്കെ ദൈവത്തിൽ കൃപ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ മുഖാന്തരമായിരിക്കുന്ന ഇടങ്ങളും പ്രവർത്തിക്കുന്ന മേഖലകളും സഭയും ഒന്നാകെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കാൻ ദൈവം കൃപയരണം. നന്മകളാൽ നിറയ്ക്കണം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ജന്മദിനം ആഘോഷിക്കുന്നവർക്കും വിവാഹ വാർഷിക സ്തോത്രം ആചരിക്കുന്നവർക്കും സഭയുടെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ച് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളയണം. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധമായ ദിവസം ദൈവം ഞങ്ങൾക്ക് നൽകി തരുന്നത് ഓർത്ത് സ്തോത്രം. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ രാജ്യം സ്വാതന്ത്ര്യമായതിൻ്റെ 75 വർഷം കർത്താവ് ഞങ്ങൾ സമുചിതമായി ഇന്ന് ആഘോഷിക്കുമ്പോൾ ദൈവമായ കർത്താവെ, സ്വാതന്ത്ര്യം കേവലം വാക്കുകളിൽ ഒതുങ്ങിപ്പോകാതെ കർത്താവെ, ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യം
ജീവിതത്തിൽ അനുഭവിപ്പാൻ കർത്താവെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും സൽഗുണപൂർണരാകുവാനുള്ള ഒരാഹ്വാനം ദൈവമേ ഇന്ന് വചനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ ആ ആഹ്വാനത്തെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പലവിധമായ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും വേദനകളിലും രോഗങ്ങളിലും രോഗഭീതിയിലും മരണഭയത്തിലും ഒക്കെ ആയിരിക്കുന്ന ഒരു സമൂഹത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിപ്പാൻ ദൈവമേ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനേകരുടെ ജീവിതത്തിൽ ആ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തെ പകർന്നു നൽകുവാൻ, ആ വെളിച്ചത്തിൻ്റെ അനുഭവത്തെ പകർന്നു നൽകുവാൻ ദൈവമേ ഞങ്ങളുടെ ദൗത്യങ്ങളെ പുനഃക്രമീകരിപ്പാൻ ദൈവം ഞങ്ങളെ ഇടയാക്കണം. ദൈവമായ കർത്താവിന് ആരാധനയുടെ സന്തോഷവും അനുഭവവും ഞങ്ങൾക്ക് നൽകി തന്നതോർത്ത് സ്തോത്രം. ദൈവത്തിൻ്റെ കൃപയിൽ ബലപ്പെട്ടുകൊണ്ട് ധന്യതകളോടെ നന്മകളോടെ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. കർത്താവ് ഈ ലോകത്ത് കർത്താവിൻ്റെ നല്ല സാക്ഷികളായിരിക്കാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. ഞങ്ങളുടെ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ജീവിതവും ദൈവത്തിന് പ്രസാദകരമായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവങ്ങളായി മാറുവാൻ സഹായിക്കണം. അനേകർക്ക് ഞങ്ങളിലൂടെ ദൈവത്തെ കണ്ടുമുട്ടുവാൻ, കർത്താവെ ക്രിസ്തുവിലേക്ക് അനേകരെ ആദായപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തെ അവിടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭാങ്ങളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരുപോലെ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ട് ബലപ്പെടുത്തിയാട്ടെ. കുടുംബങ്ങളെ ഒക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിലും പ്രയാസങ്ങളും വേദനകളിലും ഒക്കെ ആയിരിക്കും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ കോവിഡായ കർത്താവെ പ്രയാസങ്ങളിൽ ഭവനങ്ങളിൽ വിശ്രമിക്കുന്നവർ, മറ്റ് ചികിത്സാ കേന്ദ്രങ്ങളിലൊക്കെ ആയിരിക്കും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭാങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ അവർക്കൊക്കെ ആശ്വാസവും സൗഖ്യവും ബലവും ദൈവം നൽകി കൊടുത്താട്ടെ. ഞങ്ങളുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെ ഓർക്കുന്നു. ഞങ്ങൾ പ്രത്യേകമായി ഞങ്ങൾ സൺഡേ സ്കൂളിനെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബാലനെ പെരുന്നാളായിട്ട് കർത്താവ് ഞങ്ങളിന്ന് ആഘോഷിക്കുമ്പോൾ കർത്താവ് ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്ത് തുടക്കം കുറിച്ചവരെ, അവർ ദർശനങ്ങളെ ഒക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ നിന്ന്, കാഴ്ചപ്പാടുകളിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവവചനത്തിൽ വളർത്തുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കുമായി സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. കർത്താവിൻ്റെ കൃപയുള്ള കരുണയിലും കാവലിലും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നടത്തിപ്പും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാവട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. മനോഹരവും അനുഗ്രഹവുമായ ഈ വിശുദ്ധ ദിവസത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായിട്ട് ഇന്ന് രാജ്യം ഒരു സ്വാതന്ത്ര്യ ദിനം കൂടെ ആഘോഷിക്കുമ്പോൾ സഭയായിട്ട് നമുക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ലഭിച്ച അവസരത്തിന് ഏറെ സന്തോഷിക്കുന്നു. ഇന്ന് ആരാധന പങ്കുചേർന്ന എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കട്ടെ. പ്രത്യേകമായിട്ട് ഈ ഓൺലൈൻ ആരാധനയിലും അതുപോലെ തന്നെ ഇന്ന് ഞായറാഴ്ച നടത്തപ്പെടുന്ന ദേവാലയത്തിൽ വെച്ച് നടക്കുന്ന ആരാധനയിലും ദൈവവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ഈ ഇടവകയുടെ അംഗവും അതുപോലെ തന്നെ ഇടവകയുടെ മുൻ പട്ടക്കാരനുമായിരുന്ന വികാരിയുമായിരുന്ന ബഹുമാനമുള്ള റവറൻഡ് ഡോക്ടർ വർഗീസ് കിച്ചറിയാൻ അച്ഛനാണ്. അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഇടവകയുടെ പേരിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് ബാലജന പെരുന്നാളായിട്ട് നാം ആഘോഷിക്കുന്നു എന്നത് നേരത്തെ പ്രസ്താവിച്ചിരുന്നതാണല്ലോ. 141 ബാലജന പെരുന്നാളായിട്ട് ഇന്ന് ആചരിക്കുന്നു. നമ്മുടെ ഇടവകയും മഹായുടെ ഉടനീളം അതിൻ്റെ ആഘോഷങ്ങൾ ഓൺലൈനിലായിട്ടും അല്ലാതെയും ഒക്കെ നടത്തപ്പെടുന്നുണ്ട്. നമ്മളുടെ ഇടവകയിൽ ഈ ആഘോഷങ്ങളിൽ ഭാഗമാകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് ഓൺലൈൻ വഴി ഗൂഗിൾ മീറ്റിലൂടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെയും അധ്യാപകരുടെയും മാതാപിതാക്കളോടും ചേർന്ന് ഉള്ള പ്രത്യേക സ്തോത്ര ആരാധനയും കുഞ്ഞുങ്ങളുടെ കലാപരിപാടികളും ഓൺലൈനിലായിട്ട് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. താല്പര്യപ്പെടുന്ന എല്ലാ സഭാംഗങ്ങളെയും അതിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ പ്രോത്സാഹനവും സാന്നിധ്യവും തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക്, അധ്യാപകർക്ക് ഒരു വലിയ പ്രോത്സാഹനമായിരിക്കും എന്നത് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് സമയവും സാഹചര്യങ്ങളും അനുവദിക്കുന്ന എല്ലാ സഭാംഗങ്ങളും ഈ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കണം, പങ്കുചേരണം എന്ന് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് വൈകുന്നേരത്തെ ഈ
ബാലജന പെരുന്നാൾ ഇടവകയുടെ ബാലജന പെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കുചേരുന്ന നേതൃത്വം നൽകുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. ദൈവം അവരുടെ എല്ലാ സംരംഭങ്ങളെയും അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. എല്ലാ വർഷവും ബാലജന പെരുന്നാൾ നാം സൺഡേ സ്കൂളിൽ നാം നേരിട്ട് നടത്തുമ്പോൾ ആ ആരാധനയിൽ ഒരു പ്രത്യേക സ്തോത്രകാഴ്ച നാം ശേഖരിക്കാറുണ്ട്. അന്നേ ദിവസത്തെ സ്തോത്രകാഴ്ച നാം ഉപയോഗിക്കുന്നത് പർക്കാൽ മിഷനിലെ മല്ലനപ്പള്ളി എന്ന ഗ്രാമത്തിൽ നടത്തപ്പെടുന്ന സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള ഒരു സാമ്പത്തിക സഹായം എന്ന നിലയിലാണ്. ഈ ലഭിക്കുന്ന പണത്തിൽ നിന്നുകൊണ്ടാണ് അവിടെയുള്ള മിഷണറിമാർക്കും അവിടെയുള്ള സുവിശേഷ പ്രവർത്തനങ്ങളും സുഗമമായിട്ട് മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇത് കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ്, സഭയായിട്ട് അവർക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളുടെ കൈത്താങ്ങൽ ഉണ്ടാവണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നേരിട്ട് നൽകുവാനായിട്ട് പ്രയാസമുണ്ടെങ്കിൽ അത് കപ്പ്യാർ കൈവശം കൊടുത്തു വിടുകയോ അല്ലെങ്കിൽ അച്ഛന്മാരെ നേരിട്ട് ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ നിങ്ങൾക്ക് അയക്കുവാനുള്ള സാഹചര്യമുണ്ട്. അക്കൗണ്ട് നമ്പറുകൾ ചോദിച്ചാൽ അത് നൽകുന്നതാണ് എന്നുള്ള കാര്യവും അറിയിക്കുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ എല്ലാവരുടെയും സജീവമായ സാന്നിധ്യവും സഹകരണം ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഈ ആരാധന പങ്കുചേർന്ന് എല്ലാവരോടും ഒരു പ്രാവശ്യം നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹത്തോടെ കാത്തു പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.